അവിട്ടം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്ത് സമ്മിശ്രിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാം അനുകൂലമായിരിക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാഹചര്യം വരാം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം അനുഭവപ്പെടാം. എങ്കിലും ശ്രമം തുടരുക. വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യണം. ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ തൊഴിൽ അവസരങ്ങളിൽ അനുഭവപ്പെടാവുന്നതാണ്. അതിനാൽ വേണ്ട സൂക്ഷ്മത പാലിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രതയും സൂക്ഷ്മതയും ആവശ്യമാണ്. നിങ്ങളുടെ ഉപരിപഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഇപ്പോഴുള്ള പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കുമെന്നുള്ളതാണ് വസ്തുത. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരും കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ച് പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണമിടപാടുകളെല്ലാം വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കാനും വികസിപ്പിക്കുന്നതിനും ശ്രമിക്കുന്നതും നന്നായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സംതൃപ്തി നിലനിൽക്കുന്നതാണ്. സംഭാഷണത്തിൽ കരുതലും മിതത്വവും ശീലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകളെല്ലാം അറിഞ്ഞ് ശരിയായി പരിശ്രമിച്ചാൽ ജീവിതത്തിൽ എല്ലാ അഭീഷ്ടങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും.